ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് വെജിറ്റേറിയൻകാർക്കുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് എഗ്ലെസ് റവ കേക്കാണ്. അപ്പോൾ നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും കേക്കിൽ പിടിക്കാത്തവർക്കും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് മൈദയൊന്നും യൂസ് ചെയ്യാതെയുള്ള ഒരു നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. നമുക്കിത് വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ 3 ഓപ്ഷൻസ് കാണും. അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് മതിയാകും. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു മിക്സിയുടെ ജാറാണ്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലാണ് നമ്മൾ ഈ ഒരു കേക്ക് മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റവ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് അളവിലാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് നിറയെ റവ എടുത്താൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആ സെയിം ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം പൊടിക്കാനാവും അത്രത്തോളം നമ്മൾ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് മൈദയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് റവ എടുത്തത് കൊണ്ട് 1 കപ്പ് പഞ്ചസാര, 1 കപ്പിൻ്റെ അടുത്ത് ഏകദേശം 1 കപ്പ് ഉണ്ട് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിലേക്ക് 1/4 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കേണ്ട അങ്ങനെ ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വിസ്ക് അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് വാനില എസൻസ്, 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്ക് ഏലക്കാപ്പൊടി വല്ലതും ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഒരു കേക്കിന് ആവശ്യത്തിനുള്ള ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഉപ്പ്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 കപ്പ് പാലാണ്. അപ്പോൾ ഇത് തണുത്ത പാൽ ഒഴിക്കരുത്. അപ്പോൾ നോർമൽ സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള പാലായാൽ മതി. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിലും അതുപോലെ പാലും ബട്ടർ മിൽക്കൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാരയും റവയും കൂടിയിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കേക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് കട്ടകളൊന്നും കൂടാതെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കേക്ക് ബാറ്ററിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടാണ് തോന്നുന്നത് നമുക്ക്. പക്ഷേ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ കറക്റ്റ് ഒരു തിക്നെസ്സിലായിട്ട് വരും. അപ്പോൾ ഞാനിത് ഒരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. നമ്മുടെ റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കായിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഒരുപാട് തിക്കാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും ഇതുപോലെ. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പതയോടുകൂടി തന്നെ ഈ ഒരു കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരേ ഡയറക്ഷനിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓവനിൽ വേണമെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ സോസ് പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ സോസ് പാൻ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട്, അതായത് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോസ് പാൻ്റെ അടിയിൽ ഒരു പഴയ ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഗ്ലാസിൻ്റെ ലിഡൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഹോൾ ഉണ്ടാവും. അതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് പാനിലേക്ക് കുറച്ചൊരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓയിൽ വേണ്ട, കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നന്നായിട്ട് ചൂടായിട്ടാണ് നമ്മുടെ ഇപ്പോൾ സോസ് പാൻ ഉള്ളത്. അതിലേക്ക് ഈ ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂസോ ബദാമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിരിക്കും കുക്കായൊന്ന്. അപ്പോൾ നമുക്കൊരു 20-25 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ കത്തിയോ എടുത്തിട്ട് സെൻറ്റർ ഭാഗത്തായിരിക്കും നമുക്ക് വേവ് കുറഞ്ഞ സ്ഥലം, അതുകൊണ്ട് സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ കത്തിയൊക്കെ ഒന്ന് ക്ലീനായി വന്നിട്ടുണ്ട്. മുകളിൽ ടച്ച് ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്ന് തണുത്തപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ കേക്ക് കഴിക്കുമ്പോഴും നിങ്ങൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കേക്ക് കഴിക്കുന്നതാണ് നല്ലത്. നമ്മൾ ആ ഒരു ചൂടോട് കൂടി കേക്ക് ഒരിക്കലും കട്ട് ചെയ്ത്, ഏതൊരു കേക്ക് ആണെങ്കിലും അത് കട്ട് ചെയ്യാത്തതാണ് നല്ലത്. നല്ല തണുത്തതിന് ശേഷം വേണം കേക്ക് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ്. നമ്മൾ എഗ്ലെസ് കേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഈ റെസിപ്പി ചെയ്തത്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലുള്ള റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്